ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസിയെ പുനരുജ്ജീവിപ്പിക്കാനും വൻ ബോക്സ് ഓഫീസ് വിജയം നേടാനും ആമസോൺ MGMന് ഏറ്റവും നല്ല മാർഗം ക്രിസ്റ്റഫർ നോളനെ അടുത്ത സംവിധായകനായി നിയമിക്കുന്നതാണെന്നാണ് വ്യവസായ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ദി റാപ്പ് പ്രകാരം ആമസോൺ ബോണ്ട് പരമ്പര ഏറ്റെടുത്തതിനു ശേഷം നോളന്റെ നിലവാരത്തിലുള്ള ഒരു സംവിധായകനെ നേടുന്നത് ഫ്രാഞ്ചൈസിയുടെ അന്തസ്സ് നിലനിർത്തുന്നതിന് നിർണായകമാണെന്നാണ് മുൻനിര നിർമ്മാതാക്കൾ ഊന്നി പറയുന്നത്. ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസിയോടുള്ള തന്റെ ഇഷ്ടത്തെക്കുറിച്ച് നോളൻ വളരെ കാലമായി വാചാലനാണ്. തന്റെ ചലച്ചിത്ര നിർമ്മാണ ശൈലിയിൽ അത് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ബോണ്ട് കഥയോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന രഹസ്യമല്ല. കൂടാതെ ഒരു ബോണ്ട് സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹം മുമ്പ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ക്രിസ്റ്റഫർ നോളനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ ആമസോൺ MGM വിജയിച്ചാൽ ബോണ്ട് ഫ്രാഞ്ചൈസിക്ക് പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ കഴിയും. അതിന്റെ ചരിത്രപരമായ ഭൂതകാലത്തെ ആദരിക്കുന്നതിനൊപ്പം ആവേശകരമായ ഒരു ഭാവിയിലേക്ക് അതിനെ നയിക്കുന്ന ഒന്ന്. 1962 ആൽബർട്ട് കബ്ലി ബ്രൊക്കോളി ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ അവതരിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൾ അത് ഏറ്റെടുത്തു. 2022 ജെയിംസ് ബോണ്ട് ചിത്രം നിർമ്മിച്ചിരുന്ന MGM സ്റ്റുഡിയോ ആമസോൺ ഏറ്റെടുത്തത്. 2021 ഇറങ്ങിയ നോ ടൈം ടു ഡൈ ആണ് അവസാനം ഇറങ്ങിയ ജെയിംസ് ബോണ്ട് ചിത്രം. ഡാനിയൽ ക്രെയ്ഗ് ഈ ചിത്രത്തോടെ ജെയിംസ് ബോണ്ട് വേഷം ഉപേക്ഷിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.